فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. سألت زماني لما أراك عقيما وكنت ولودا للرجال قديما فقال لأني قد كبرت وقد دنا رحيل إلى الأخرى وصرت سقيما ولم يبق في الأولاد إلا غثالة وفارقني من كان قبل كريما. ഏറ്റവും സ്നേഹം നിറഞ്ഞ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, മറ്റു സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റജബ് മാസത്തിന്റെ 29-30 രാവ്, വെള്ളിയാഴ്ച രാവ്, ഇൽമിന്റെ മജ്ലിസ് ഒരുമിച്ച് കൂടിയതിനെ, ഇവിടെ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡുകളും പരലോകത്ത് ഉപകാരപ്പെടുന്ന ഒരു കർമ്മമായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയ സാദാത്തുക്കൾ, ഉസ്താദുമാർ, മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദര സഹോദരിമാർ, പ്രസ്ഥാന ബന്ധുക്കൾ, വിശിഷ്യ ബാപ്പു ഉസ്താദ് അടക്കമുള്ള എല്ലാവരുടെയും ബർസഖി ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. അംബിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങളോടൊന്നിച്ച് അവരെയും നമ്മെയും അല്ലാഹു അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്കും നമ്മുടെ ഉസ്താദുമാർക്കും നേതാക്കന്മാർക്കും പ്രസ്ഥാന ബന്ധുക്കൾക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും ദീനിന്റെ ഖിദ്മത്തിലായി അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലം അന്തസ്സോടെ ജീവിക്കാനും മരിക്കുന്ന സമയത്ത് പൂർണ്ണമായ ഈമാനോടെ മരിക്കാനുമുള്ള ഭാഗ്യം അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. സുദീർഘമായി സംസാരിക്കുന്നില്ല. നമുക്ക് നല്ല വഅദ് പറഞ്ഞു തരാൻ ബഹുമാനപ്പെട്ട ആട്ടീരി സയ്യിദ് അവർകൾ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സുദീർഘമായി സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. 30 വർഷമായി ഇവിടെ പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ അൽ അൻസാർ 30 വർഷങ്ങൾക്ക് മുമ്പ് ഈ പള്ളി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു മഹാനവറുകളുടെ മകൻ മുഹമ്മദ് കോയ സഖാഫി യുടെ ദർസ് കൊണ്ടാണ് നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത് എന്നാണ് എൻ്റെ ഓർമ്മ. ഇത്രയും കാലയളവിനിടയിൽ ഒരുപാട് പണ്ഡിതന്മാരെ ഈ സമൂഹത്തിന് സമർപ്പിക്കാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇനിയും സമൂഹത്തിനും നമ്മുടെ പ്രസ്ഥാനത്തിനുമൊക്കെ ഉപകാരപ്പെടുന്ന ധാരാളം പണ്ഡിതന്മാരെ സമർപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറയുന്ന വളരെ വിശാലമായ അർത്ഥതലങ്ങൾ ഉള്ള
ഒരധ്യായമാണ് സൂറത്തുൽ അസ്ർ. അധ്യായം വളരെ ചെറുതാണെങ്കിലും വളരെ വിപുലമായ ആശയമാണ് ഈ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. വൽ അസ്ർ, കാലം സാക്ഷിയാണ്, ചുമരെഴുത്തുകൾ സാക്ഷിയാണ്, ലോകത്ത് കഴിഞ്ഞുപോയ സംഭവ വികാസങ്ങൾ സാക്ഷിയാണ്. എന്തിന് സാക്ഷി? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. നാലിന പരിപാടി നടപ്പാക്കാത്ത ആരുണ്ടോ അവർക്കൊക്കെ പരാജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നതിന് കഴിഞ്ഞുപോയ കാലം സാക്ഷിയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ് നാലിന പരിപാടി? ഒന്ന്, ഇല്ലല്ലദീന ആമനു, ശരിയായ വിശ്വാസം. ശരിയായ വിശ്വാസം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 കൊല്ലക്കാലയളവിൽ ലക്ഷത്തിൽ പരം വരുന്ന സ്വഹാബ കിറാമിന് പകർന്നു നൽകിയ വിശ്വാസം, കർമ്മം, ആചാരം. ആ സ്വഹാബത്ത് അവരുടെ ശിഷ്യന്മാരായ താബിഈങ്ങൾക്കും അവരുടെ ശിഷ്യന്മാരായ തബഅ താബിഈങ്ങൾക്കും അങ്ങനെ പരമ്പരയായി കൈമാറി വന്ന വിശ്വാസം ഏതാണോ അതാണ് ശരിയായ വിശ്വാസം. ആ ശരിയായ വിശ്വാസം ഉൾക്കൊള്ളുന്നവർ ഒഴികെ അവർക്ക് നഷ്ടമില്ല. വഅമിലുസ് സ്വാലിഹാത്ത്, ആ ശരിയായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരും സുകൃതങ്ങൾ പ്രവർത്തിക്കുന്നവരും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരും ഒഴികെ അവർക്കും നഷ്ടമില്ല. വതവാസൗ ബിൽ ഹഖ്, സത്യം പരസ്പരം ഉപദേശിക്കുകയും പറയേണ്ട സ്ഥലത്ത് തുറന്നു പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവരും ഒഴികെ. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാനും സഹിക്കാനും ആത്മസംയമനം പാലിക്കാനും ഒക്കെ പരസ്പരം ഉപദേശിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്യുക. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായത്തിൽ എണ്ണിപ്പറഞ്ഞ 4 കാര്യങ്ങൾ. ഒന്ന്, ശരിയായ വിശ്വാസം. 2, ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കർമ്മം. മൂന്നാമത്തേത്, സത്യം തുറന്നു പറയുകയും സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും അതുപോലെ തന്നെ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാൻ വേണ്ടി ഉപദേശിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്യുക. ഈ 4 കാര്യങ്ങൾ ചെയ്ത ആരുണ്ടോ അവർക്കൊക്കെ വിജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിനെതിരായി ആര് പ്രവർത്തിച്ചോ അവർക്കൊക്കെ പരാജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നതിന് കഴിഞ്ഞുപോയ കാലം സാക്ഷിയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. പൂർവകാല ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ നുംറൂദ്, ആ നുംറൂദിന്റെ അന്ത്യം എന്ത് സംഭവിച്ചു? കാലത്തോട് ചോദിക്കൂ, കാലം പറഞ്ഞു തരും. അതുപോലെ തന്നെ അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും വലിയ തമ്പുരാൻ എന്ന് വാദിച്ച ഫറോവ, ആ ഫറോവക്ക് എന്താണ് സംഭവിച്ചത് എന്ന് കാലത്തോട് ചോദിക്കൂ, കാലം പറയും. ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ സമൂഹത്തിലെ ഫറോവ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ച അബൂജഹൽ, ആ അബൂജഹലിന്റെ അന്ത്യം എങ്ങനെ സംഭവിച്ചു? കാലത്തോട് ചോദിക്കൂ, കാലം പറയും. അതേ സമയത്ത് വിശ്വസിച്ചതിന്റെ പേരിൽ അങ്ങേയറ്റം മർദ്ദനങ്ങളും അക്രമങ്ങളും നേരിട്ട സത്യവിശ്വാസികൾ, ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞാൽ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ യജമാനൻ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ ഒരുപാട് അക്രമങ്ങളും മർദ്ദനങ്ങളുമൊക്കെ നടത്തുകയും വളരെയധികം ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയരാവുകയും ചെയ്ത ഒരു സ്വഹാബിയാണ് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു.
മക്കം ഫത്ഹ് നടക്കുന്ന സമയത്ത് കഅബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിച്ചത് ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. പക്ഷേ ആ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിക്കുകയും ആക്രമിക്കുകയും ചെയ്തിരുന്ന ഉമയ്യത്ത് ഇബ്നു ഖലഫ് ബദർ യുദ്ധ സമയത്ത് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് വലിയ സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ആൾഫലത്തിന്റെയും പേരിൽ അഹങ്കരിച്ച ആരുണ്ടോ അവർക്കൊക്കെ പരാജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതേ സമയത്ത് സത്യവിശ്വാസം സ്വീകരിക്കുകയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്ത ആരുണ്ടോ അവരുടെ അന്ത്യം അവർക്ക് വിജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നതിന് കഴിഞ്ഞുപോയ കാലം സാക്ഷിയാണ് എന്നാണ് ഈ അധ്യായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കഴിഞ്ഞുപോയ കാലത്തെ അനുഭവം അതാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന അനുഭവം അത് തന്നെയായിരിക്കും എന്ന ഒരു പ്രവചനം കൂടെ ഉൾക്കൊള്ളുന്നതാണ് വൽ അസ്ർ എന്ന് പറയുന്ന ഈ ചെറിയ ഒരു സൂറത്ത്. 2 ദിവസം ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾക്കൊക്കെ 2 ദിവസം വേറെ പറയാൻ ഈ അധ്യായം തന്നെ മതി. ഞാൻ വളരെ ചുരുക്കി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. മഹാനായ ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, സഅൽതു സമാനി, കാലത്തോട് ചോദിക്കുക. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. സഅൽതു സമാനി, ഞാൻ എന്റെ കാലത്തോട് ചോദിച്ചു. ലിമ അറാക അഖീമ, എന്തുകൊണ്ടാണ് ഇന്ന് നിന്നെ ഞാൻ ഒരു മച്ചിയായി, മച്ചി എന്ന് പറഞ്ഞാൽ പ്രസവിക്കാത്ത സ്ത്രീയായിട്ടാണല്ലോ ഇന്ന് കാണുന്നത്. വകുന്ത വലൂദൻ ലിർരിജാലി ഖദീമാ, പഴയകാലത്തൊക്കെ വലിയ വലിയ ആൺകുട്ടികൾക്ക് ജന്മം നൽകിയിരുന്നല്ലോ നീ. ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ധീരശൂര പരാക്രമികൾക്കൊക്കെ ജന്മം നൽകിയിരുന്ന കാലമാണല്ലോ നീ. ഇപ്പോൾ എന്താണ് അത്തരം ആൺകുട്ടികൾക്കൊന്നും നീ ജന്മം നൽകാത്തത് എന്ന് കാലത്തോട് ഞാൻ ചോദിച്ചു. ഇത് തന്നെയാണ് വൽ അസ്രി എന്നതിലും അല്ലാഹു തആല പറയുന്ന ശൈലി അതാണ്. സഅൽതു സമാനി ലിമാ അറാക അഖീമ വകുന്ത വലൂദൻ ലിർരിജാലി ഖദീമാ ഫഖാല, അപ്പോൾ കാലം പറഞ്ഞു, ലി എന്നോട് പറഞ്ഞു, فقال لي أني قد كبرت وكدنا رحيل إلى الأخرى وصرت سقيما. കാലം എന്നോട് മറുപടി നൽകിയത്, എനിക്ക് നാളും പ്രായമൊക്കെ ഒരുപാടായി, എനിക്ക് പ്രായമായി, പഴയതുപോലെ ഒന്നും പ്രസവിക്കാനൊന്നും കഴിയൂല. പരലോകത്തേക്കുള്ള യാത്ര അടുത്തുപോയി. ഞാൻ രോഗിയായി തീർന്നു. അതുകൊണ്ട് മുമ്പ് പ്രസവിച്ചതുപോലെയൊന്നും ഇപ്പോൾ എനിക്ക് പ്രസവിക്കാൻ കഴിയില്ല. എന്നിട്ട് പറയുന്നു, വലം യബ്ക ഫിൽ ഔലാദി ഇല്ലാ വസാലത്തുൻ ഇല്ലാ വസാലത്തുൻ വഫറകനി മൻ കാന ഖബ്ലു കരീമാ. ഇപ്പോൾ എന്റെ സന്താനങ്ങളിൽ ചണ്ടി ചവറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. വഫറകനി മൻ കാന ഖബ്ലു കരീമാ, മുമ്പ് വലിയ ആദരണീയരായ പലരും ഉണ്ടായിരുന്നു, അവരൊക്കെ മരിച്ചുപോയി, അവരൊക്കെ ഞാനുമായി വിട്ടുപിരിഞ്ഞു. ഇപ്പോൾ ചണ്ടി ചവറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് എന്ന് കാലം എനിക്ക് മറുപടി നൽകിയെന്ന് മഹാനായ ഇമാം യാഫഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമുക്ക് കാണാം. സഹോദരന്മാരെ, സഹോദരിമാരെ, അതുകൊണ്ട് തന്നെ പരിശുദ്ധമായിരിക്കുന്ന റജബ്, ഇത് കഴിഞ്ഞാൽ ശഅബാൻ, അത് കഴിഞ്ഞാൽ റമളാൻ, അത് കഴിഞ്ഞാൽ ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ തുടങ്ങി പവിത്രമായ മാസങ്ങളാണ് തുടരെ നമുക്ക് വരാനിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ് തൗബ ചെയ്യിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിക്കണം. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് മഹാനായ ഇസ്മായിൽ ഹഖ് അൽ ബറൂസവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞ ഒരു 8 കാര്യങ്ങളുണ്ട്. അതുകൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട 8 കാര്യങ്ങളാണ്. മഹാനവർകൾ പറയുന്നത്, 4000 നബിമാർക്ക് ഞാൻ സേവനം ചെയ്തു. പഴയ കാലത്തൊക്കെ നബിമാരെ ഇഷ്ടം പോലെ ലഭിക്കും. കാരണം ഓരോ നാട്ടിലേക്കും ഓരോ നബിമാരുണ്ടാകും. മാത്രമല്ല അന്നുള്ളവർക്കൊക്കെ ഇന്നുള്ളവരെക്കാൾ കൂടുതൽ ദീർഘായുസ്സും ഉണ്ടായിരുന്നു. ഏതായാലും 4000 നബിമാർക്ക് ഞാൻ സേവനം ചെയ്തു.
അങ്ങനെ 4000 നബിമാർക്ക് സേവനം ചെയ്യുന്നതിനിടയിൽ എനിക്ക് അവരിൽ നിന്ന് ലഭിച്ച 8 പോയിന്റുകളാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഒരുപാട് ഉപദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് ഞാൻ പ്രത്യേകമായി സെലക്ട് ചെയ്ത് വെച്ചത് 8 പോയിന്റുകളാണ്. ഈ 8 പോയിന്റുകൾ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പകർത്തൽ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് സാന്ദർഭികമായി ഞാൻ ഇത് ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ഉപദേശമായി മഹാനവർകൾ പറയുന്നത്, ഇദാ കുന്ത ഫിസ്സലാത്തി ഫഹ്ഫദ് ഖൽബക, നീ നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ നിന്റെ ഹൃദയത്തെ നീ സൂക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ ഖുശൂഅ് വേണം, ഭക്തി വേണം. നാം എന്താണോ നിസ്കാരത്തിൽ പറയുന്നത് അതിന്റെ കൂടെ നമ്മുടെ മനസ്സും ഉണ്ടായിരിക്കണം. പലപ്പോഴും പല പദ്ധതികളും നമ്മൾ ആവിഷ്കരിക്കുന്നത് നിസ്കാരത്തിൽ വെച്ചുകൊണ്ടായിരിക്കും. ആ നിലക്കുള്ള ഒരു നിസ്കാരമാകരുത് എന്നാണ് ഇദാ കുന്ത ഫിസ്സലാത്തി ഫഹ്ഫദ് ഖൽബക, നിസ്കാരത്തിലാകുമ്പോൾ നിന്റെ ഹൃദയത്തെ നീ സൂക്ഷിക്കണം. നീ ജനങ്ങൾക്കിടയിലേക്ക് വരികയാണെങ്കിൽ ഫഹ്ഫദ് ലിസാനക, നാവിനെ സൂക്ഷിക്കണം. രണ്ടാളുകൾ ഒരുമിച്ച് കൂടിയാൽ മൂന്നാമത്തെ ഒരാളെ കുറിച്ച് പറയാതിരിക്കൂല. ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ പറഞ്ഞുകൊള്ളണം എന്നില്ല. പക്ഷേ രണ്ടാൾ കൂടിയാൽ മൂന്നാമത്തെ ഒരാളെ കുറിച്ച് പറയും. ആ പറയുന്നത് ഉള്ളതാണെങ്കിലും പറയപ്പെടുന്ന വ്യക്തിക്ക് അത് ഇഷ്ടമില്ലെങ്കിൽ അത് ഗീബത്തായി പരിഗണിക്കും. ഇല്ലാത്തതാണ് പറയുന്നതെങ്കിൽ അത് ഗീബത്തും കളവും കൂടെയായി പരിഗണിക്കും. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിലാകുമ്പോൾ നാവിനെ സൂക്ഷിക്കണം. നീ മറ്റൊരാളുടെ വീട്ടിലാണെങ്കിൽ ഫഹ്ഫദ് ഐനൈക, നിന്റെ 2 കണ്ണുകളെ നീ സൂക്ഷിക്കണം. അന്യരുടെ വീട്ടിൽ പോയാൽ നോക്കാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് നോക്കാൻ പാടില്ല. എന്നാൽ വീട്ടിൽ പോയാൽ എന്ന് മാത്രമല്ല, റോഡിലൂടെ പോകുമ്പോൾ തന്നെ അന്യരായ ഒരാളുടെ വീട്ടിലേക്ക് നോക്കുകയും ആ വീട്ടുകാരൻ എറിഞ്ഞ് ഇവന്റെ കണ്ണ് പൊട്ടിപ്പോവുകയും ചെയ്താൽ ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്ത് കണ്ണിന് കണ്ണ് എന്ന നിയമമാണ് ബാധകമല്ല എന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ വീട്ടിലാകുമ്പോൾ ഫഹ്ഫദ് ഐനൈക, നിന്റെ 2 കണ്ണുകളെ നീ സൂക്ഷിക്കണം. വൈദാ കുന്ത ഫിത്ത്ആം, നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഫഹ്ഫദ് ഹൽഖക, നിന്റെ ഹൽഖിനെ നീ സൂക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ ഏത് ഭക്ഷണമാണെങ്കിലും ഒരു പരിധിവരെ മാത്രമേ അമിതമായി ഭക്ഷണം കഴിക്കരുത് എന്നാണ് അതിന്റെ ഒരു വിശദീകരണം. രണ്ടാമത്തെ വിശദീകരണം, ഈ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണോ ഹറാമാണോ എന്ന് സൂക്ഷിച്ചു വേണം കഴിക്കാൻ. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞത്. എന്നിട്ട് അവസാനമായി പറയുന്ന 4 കാര്യങ്ങൾ, വദ്കുർ ഇസ്നൈൻ, 2 കാര്യങ്ങൾ എപ്പോഴും നീ ഓർമ്മിക്കണം. വൻസ ഇസ്നൈൻ, 2 കാര്യങ്ങൾ നീ മറന്നു കളയുകയും വേണം. എപ്പോഴും ഓർത്തിരിക്കേണ്ട 2 കാര്യങ്ങൾ, മറന്നു കളയേണ്ട 2 കാര്യങ്ങൾ. എപ്പോഴും ഓർത്തിരിക്കേണ്ട 2 കാര്യങ്ങൾ ഏതാണ്? ഒന്ന് അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഏതൊരു കാര്യം പറയുമ്പോഴും എന്ത് പ്രവർത്തിക്കുമ്പോഴും അല്ലാഹു ഇഷ്ടപ്പെട്ടതാണോ അല്ലേ ഞാൻ ഈ ചെയ്യുന്നത് എന്ന ഓർമ്മ വേണം. അതുപോലെ തന്നെ രണ്ടാമത്തേത് വൽ മൗത്ത്, മരണത്തെയും ഓർമ്മിക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ശമ്പളം കൊടുത്ത് ഒരാളെ നിശ്ചയിച്ചിരുന്നു. എന്തിനാണ് ആളെ നിശ്ചയിച്ചത്? 3 നേരം വന്ന് അല്ലെങ്കിൽ 2 നേരം വന്ന് ഇദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഇരിക്കുമ്പോൾ ഇയാൾ വന്നിട്ട് പറയുകയാണ്, ഉമറേ നിനക്ക് മരണമുണ്ട്, ഉമറേ നിനക്ക് മരണമുണ്ട്, ഉമറേ നിനക്ക് മരണമുണ്ട് എന്ന് പറയാൻ രാവിലെയും വൈകുന്നേരവും അല്ലെങ്കിൽ 3 സമയത്ത് പറയാൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശമ്പളം കൊടുത്ത് ഒരാളെ നിശ്ചയിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അങ്ങനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആളുകൾക്കിടയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം വന്നിട്ട് പറയും, ഉമറേ നിനക്ക് മരണമുണ്ട്, ഉമറേ നിനക്ക് മരണമുണ്ട്, ഉമറേ നിനക്ക് മരണമുണ്ട്. 3 പ്രാവശ്യം പറയും, ഇയാൾ പോകും. അങ്ങനെ ഒരു ദിവസം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ണാടിയിൽ നോക്കുമ്പോൾ താടി രോമത്തിൽ നിന്ന് ഒന്ന് നരച്ചതായിട്ട് കണ്ടു. അന്ന് തന്നെ അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. ഇനി നിന്റെ ആവശ്യമില്ല, എനിക്ക് മരണത്തെ ഓർമ്മിക്കാൻ എന്നിൽ തന്നെ ഒരു അടയാളം അല്ലാഹു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി ചരിത്രത്തിൽ കാണാം. അതാണ് സഹോദരന്മാരെ, സഹോദരിമാരെ, എപ്പോഴും നാം ഓർമ്മിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന് അല്ലാഹ്,
രണ്ടാമത്തേത് മരണം. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു വൻസൈസ്നൈൻ, രണ്ട് കാര്യങ്ങൾ നീ മറന്നു കളയണം. രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പാടില്ലാതെ മറന്നു കളയണം. എന്താണ് മറന്നു കളയേണ്ട രണ്ട് കാര്യങ്ങൾ? ഒന്ന് ഇഹ്സാനുക ഫീ ഹഖ്ഖിൽ ഗൈർ, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണം നീ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നീ മറന്നു കളയണം. ഞാൻ അയാൾക്ക് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തു, അവനാണെന്നോ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്നൊന്നും പറയാൻ പാടില്ല. വല്ലവർക്കും നമ്മൾ ഗുണം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നിയ്യത്തോടു കൂടെയാണെങ്കിൽ അതിന്റെ പ്രതിഫലം അല്ലാഹു തരും. അതുകൊണ്ട് ആ കാര്യം നീ മറന്നു കളയണം. അതുപോലെ തന്നെ മറ്റുള്ളവർ നിന്നെ വിഷമിപ്പിക്കുകയോ വിഷമിപ്പിക്കുന്ന വാക്കുകളോ പ്രവർത്തനങ്ങളോ മറ്റാരിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ മറന്നു കളയണം. അതേ സമയത്ത് നമ്മുടെ സ്വഭാവം എന്താണ്? ഓനന്നാ പറഞ്ഞ വാക്കുണ്ടല്ലോ, ഞാൻ മരിച്ചാലും മറക്കൂല. ഓൻ അന്നാ ചെയ്ത പണിയുണ്ടല്ലോ, അത് ഞാൻ മരിച്ചാലും മറക്കൂല എന്നിങ്ങനെ പറയുന്നൊരു സ്വഭാവമാണ് നമുക്കുള്ളത്. ഇതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ മറന്നു കളയുകയും രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുകയും വേണം. ഇങ്ങനെ 8 കാര്യങ്ങളാണ് 4000 നബിമാർക്ക് സേവനം ചെയ്തപ്പോൾ അവരിൽ നിന്ന് എനിക്ക് ലഭിച്ച ഒരുപാട് ഉപദേശങ്ങളിൽ നിന്ന് പ്രത്യേകമായി ഞാൻ സെലക്ട് ചെയ്ത 8 കാര്യങ്ങൾ എന്ന് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞതായി മഹാനായ ഇസ്മായിലുൽ ഹഖി അൽ ബറൂസവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ റൂഹുൽ ബയാൻ തഫ്സീറിൽ പറഞ്ഞതായി നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ വരുന്ന നല്ല നല്ല ദിനരാത്രങ്ങൾ, ഈ ദിനരാത്രങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എന്ത് അപാകതകളുണ്ടെങ്കിലും അള്ളാഹുവിനോട് നാം തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തൗബ സ്വീകരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്ന് മാത്രമല്ല, തെറ്റ് ചെയ്ത അടിമ അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നത് അള്ളാഹുവിന് അങ്ങേയറ്റം സന്തോഷമുള്ള കാര്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതായി നമുക്ക് കാണാം. അതുകൊണ്ട് ഈ പറഞ്ഞ 8 കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി സംശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.